അർജുൻ ആയങ്കിയെ പിടികൂടിയതോടെ ആഭ്യന്തര വകുപ്പിന് വലിയ ആശ്വാസവുമാണ്. യഥാർത്ഥത്തിൽ അഭിമാനമാണ് ഉണ്ടായിരിക്കുന്നത്. പോലീസിനെ നെട്ടോട്ടം ഒഴിച്ചുവെങ്കിലും സംസ്ഥാന വ്യാപകമായി നടത്തിയ തെരച്ചിലിനൊടുവിൽ അർജുൻ ആയങ്കിയെ വലയിലാക്കാൻ കഴിഞ്ഞു. പോലീസിലെ കണ്ണൂർ സ്ക്വാഡിന്റെ ആസൂത്രിത നീക്കത്തിലൂടെയാണ് ആയങ്കിയെ പിടികൂടിയത്. കേരളം ഗുണ്ടകളുടെ പറുദീസയല്ല എന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. ജനങ്ങളെ വെല്ലുവിളിക്കുന്ന ഒരു ഗുണ്ടയ്ക്കും കേരളത്തിൽ സ്ഥാനം ഉണ്ടാവില്ല. ഇവിടെ എല്ലാ സിസ്റ്റത്തെയും വെല്ലുവിളിക്കുന്ന ഗുണ്ടയ്ക്ക് ഇതാണ് അനുഭവം എന്ന് കരുതുക. കേരളം ഗുണ്ടകളുടെ പറുദീസയല്ല. കുറെ ആളുകൾ ഇറങ്ങി മനഃപൂർവ്വമായി കുഴപ്പമുണ്ടാക്കാൻ നോക്കുകയാണ്. അവരാരായാലും ശരി. ഇപ്പൊ അവരുടെ കൈകളിൽ വിലങ്ങ് വീഴുമെന്ന് തെളിഞ്ഞല്ലോ. 2-3 ദിവസമായിട്ട് എന്തോ ഒരു വെല്ലുവിളിയായിരുന്നു. അപ്പൊ ഇതൊന്നും ആരും നിയമത്തിന് അതീതരല്ല. നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്. അതുകൊണ്ട് നിയമത്തെ വെല്ലുവിളിക്കാൻ ആരെയും ഈ സംസ്ഥാനത്ത് അനുവദിക്കുന്ന പ്രശ്നമില്ല. ഗുണ്ടകളെ പോറ്റി വളർത്തുന്ന ആളുകളെയും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരും. ഒരു സംശയം വേണ്ട കാര്യത്തിൽ. ടി വി പ്രസാദ് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. ടി വി പ്രസാദ്, പല കാര്യങ്ങളിൽ ഈ പറയുന്ന പോലീസ് സംവിധാനവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിമർശനങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളൊക്കെ ആ വിമർശനങ്ങൾ ഉന്നയിക്കാറുണ്ട്. പക്ഷേ ഈ കാര്യത്തിൽ കേരള പോലീസ് എന്തായാലും തീയായിരുന്നു എന്നുള്ളതാണ്. പിടിക്കാൻ ഉദ്ദേശിച്ചു, പിടിച്ചു. അത് തന്നെയാണ്, പിടിക്കാതിരിക്കാൻ കഴിയുകയുമില്ല മാധു. കാരണം അത്രത്തോളം പോലീസ് ഇതിൽ നാണം കെട്ടിരുന്നു എന്നുള്ളതാണ്. അതായത് ഒളിവിൽ ഇരുന്നു കൊണ്ട് ആർക്കും എന്തും പറയാം എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ വന്നത്. മാത്രവുമല്ല, സാമൂഹ്യ മാധ്യമങ്ങളിൽ വളരെ സജീവമായിരുന്നു അർജുൻ ആയങ്കി. അർജുൻ ആയങ്കിക്ക് യഥാർത്ഥത്തിൽ പിഴച്ചുപോയത് CPIMന്റെ പിന്തുണ പൂർണ്ണമായി നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. കാരണം CPIMന്റെ പിന്തുണയോടുകൂടി സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന സ്വർണം പൊട്ടിക്കൽ വിരുദ്ധൻ എന്നുള്ളതാണ് അർജുൻ ആയങ്കി ഇങ്ങനെ ഹിറ്റാവാനുള്ള ഒരു കാരണം. മാത്രവുമല്ല, ഒളിവിലിരുന്ന് ഇങ്ങനെ പോലീസിനെ ചെയ്യുമ്പോൾ ഈ സമയത്ത് അവരുടെ റേറ്റ് ഉയരുകയാണ്. യഥാർത്ഥത്തിൽ ഈ രംഗത്ത്, അതായത് ഗുണ്ടകൾക്കിടയിൽ വലിയ പേരുണ്ടാകുന്നു, ഗുണ്ടയുടെ പേര് വർദ്ധിക്കുന്നു. ആ രീതിയിലൊക്കെയാണ് മുന്നോട്ട് പോയത്. പക്ഷേ കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോൾ എത്ര വലിയ ഗുണ്ടയാണെങ്കിലും പിടിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ 1 മണിക്കൂറിനകം പിടിക്കാൻ കഴിയുന്ന സംവിധാനം കേരള പോലീസിന് ഉണ്ട് താനും. അർജുൻ ആയങ്കിക്കാണെങ്കിൽ CPIMന്റെ പിന്തുണ പൂർണ്ണമായി നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, പിണറായി വിജയനും MV ഗോവിന്ദനും MV ജയരാജനും അടക്കമുള്ളവരെല്ലാവരും പരസ്യമായി തള്ളിപ്പറയുകയും കൂടി ചെയ്തതോടെ പാർട്ടി അനുഭാവികൾ പോലും അടുപ്പിക്കാത്തൊരു സ്ഥിതിയും ഉണ്ടായി. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അർജുൻ ആയങ്കിയെ പിടിക്കാനും പോലീസിന് കഴിഞ്ഞു. എന്തായാലും തൽക്കാലം ഒരു തലവേദന പോലീസിന് അവസാനിക്കുന്നു എന്നതാണ്. ഇനിയിപ്പോൾ ഈ കേസിൽ ജാമ്യം കിട്ടിയാലും പുറത്തിറങ്ങാത്ത വിധം ലോക്ക് ചെയ്യാൻ കാപ്പയുൾപ്പെടെ ചുമത്തിക്കൊണ്ട് ജയിലിൽ തന്നെ കിടത്താനായിരിക്കും പോലീസ് പരമാവധി ശ്രമിക്കുക. മാധു. യെസ്, ടി വി പ്രസാദാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. കാപ്പ കേസ് ചുമത്തുന്നതുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമെന്ന് നേരത്തെ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് റേഞ്ച് DIG പറയുകയും ചെയ്തു.